ഹരേ രാമ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ രാമ കൃഷ്ണ ഹരേ. ഗ്രീൻ മീഡിയ വിഷൻ ചാനലിന്റെ ക്ഷേത്രായനം എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഒരു തീർത്ഥയാത്രയുടെ കാഴ്ചകളാണ്. വളരെ പുണ്യപുരാതനമായ ക്ഷേത്രങ്ങൾ സന്ദർശിക്കുക എന്നതാണ് ഹിന്ദു വിശ്വാസം അനുസരിച്ച് എല്ലാവർക്കും ഉള്ളത്. അത് കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുക എന്നത് വലിയ പുണ്യമായി കാണുന്നുണ്ട്. നാലമ്പല ദർശനം കർക്കിടക മാസം അല്ലാത്തപ്പോഴും നടത്താം എങ്കിൽ തന്നെയും കർക്കിടകത്തിൽ അതിന് കൂടുതൽ പുണ്യം ലഭിക്കുമെന്നാണ് പറയുന്നത്. ഇന്ന് നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ വെളുന്നല്ലൂർ പഞ്ചായത്തിലെ ഓയൂരിലെ ഏറ്റവും പേരുകേട്ട വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിലുള്ള രാമപുരത്തെ 4 ക്ഷേത്രങ്ങളിലേക്കുള്ള യാത്രയാണ്. നാലമ്പല ദർശനമാണ് ഉദ്ദേശം. ആ യാത്രയുടെ കാഴ്ചകളാണ് ഇന്ന് ഗ്രീൻ മീഡിയ വിഷൻ ക്ഷേത്രായനം എന്ന പരിപാടിയിൽ കൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. രാമകഥയുടെ ശീലുകൾ കേട്ട് രാമകഥയുടെ ഐതിഹ്യങ്ങൾ പേറി കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങൾ സന്ദർശിക്കുവാൻ എത്തുന്ന ഭക്തജനങ്ങളുടെ തിരക്കൊന്ന് കാണേണ്ടത് തന്നെയാണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കൂടപ്പുരം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനകര ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവയാണ് ആ നാലമ്പലങ്ങൾ. രാമായണ മാസാചരണം തുടങ്ങുന്ന കർക്കടകം 1-ാം തീയതി മുതലാണ് നാലമ്പല ദർശനത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളത്. രാമപുരം ഗ്രാമപഞ്ചായത്തിൽ 3 കിലോമീറ്റർ ചുറ്റളവിലാണ് 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് എന്നതും ഏറ്റവും പ്രത്യേകതയാണ്. ഒരേ ദിവസം ഉച്ചയ്ക്ക് മുമ്പ് നാലമ്പല ദർശനം പൂർത്തിയാക്കുന്നത് ഉത്തമമാണെന്ന് വിശ്വാസമാണുള്ളത്. രാവിലെ 5 മുതൽ 12 വരെയും വൈകിട്ട് 5 മുതൽ രാത്രി 7:30 വരെയുമാണ് ദർശനം. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് നാലമ്പല ദർശനം തുടങ്ങുന്നത്. തുടർന്ന് കൂടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം തിരികെ രാമസ്വാമി ക്ഷേത്രത്തിൽ എത്തുന്നതോടെ ദർശനം പൂർത്തിയാകും. രാമായണ കഥയുടെ ഐതിഹ്യങ്ങൾ പേർന്ന കൊല്ലം ജില്ലയിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ക്ഷേത്രോപദേശക സമിതിയുടെ നേതൃത്വത്തിൽ വലിയൊരു തീർത്ഥാടക സംഘം രാമപുരം നാലമ്പല ദർശനത്തിനായി പുറപ്പെട്ടത്. കോട്ടയത്ത് രാമപുരത്ത് ക്ഷേത്രങ്ങൾ തമ്മിലുള്ള ദൂരം 3 കിലോമീറ്റർ മാത്രമായതിനാൽ ചുരുങ്ങിയ സമയം കൊണ്ട് ആചാരമനുസരിച്ച് ഉച്ചപൂജയ്ക്ക് മുൻപ് ദർശനം നടത്തുവാൻ കഴിയും എന്നതാണ് പ്രത്യേകത. രാമനാമത്തിൽ അറിയപ്പെടുന്ന രാമപുരത്തെ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലും കൂടപ്പുലം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലും അമനകര ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിലും മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിലും ദർശനം നടത്തിയ ശേഷം വീണ്ടും ശ്രീരാമസ്വാമിയെ വണങ്ങുന്നതോടെ നാലമ്പല ദർശനം പൂർണ്ണമാകും. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നത് ഉദ്ദിഷ്ടകാര്യത്തിനും മുൻജന്മ ദോഷപരിഹാരത്തിനും ദുരിത നിവാരണത്തിനും സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് സന്താനങ്ങൾ ഉണ്ടാകാനും ഏറ്റവും നല്ലതാണ് എന്നാണ് പൂർവികരുടെ വിശ്വാസം. കോട്ടയം രാമപുരത്തെ നാലമ്പലങ്ങളുടെ നിർമ്മാണത്തിലും ആചാര അനുഷ്ഠാനങ്ങളിലും സമാനതകൾ ഏറെയുണ്ട്. 4 ക്ഷേത്രങ്ങൾക്കും സമീപത്തായി ഉഗ്രമൂർത്തിയായി ഭദ്രകാളി ക്ഷേത്രങ്ങളും ശ്രീരാമസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഭക്തഹനുമാന്റെ ക്ഷേത്രവും ഇവിടെയുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ വഴിപാടുകളും പ്രത്യേകതയുണ്ട്. ശ്രീരാമസ്വാമിക്ക് അമ്പും വില്ലും സമർപ്പണം, ശ്രീ ലക്ഷ്മണസ്വാമിക്ക് ചതുർബാഹു സമർപ്പണം, ശ്രീ ഭരതസ്വാമിക്ക് ശംഖ് സമർപ്പണം, ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്ര ശ്രീചക്ര സമർപ്പണം എന്നിവയാണ് വഴിപാടുകൾ. ഈ 4 ക്ഷേത്രങ്ങളിലും ഭരണസമിതി വിശാലമായ സൗകര്യങ്ങളാണ് ഇവിടെ എത്തുന്ന ഭക്തർക്കായി ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മഴ നനയാതെ ക്യൂ നിൽക്കുന്നതിന് പന്തൽ സംവിധാനങ്ങൾ 4 ക്ഷേത്രങ്ങളിലുമുണ്ട്. വാഹന പാർക്കിങ്ങിനും വിപുലമായ സൗകര്യമുണ്ട്. അമനകര ഭരതസ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും എത്തുന്ന ഭക്തർക്ക് അന്നദാനവും ക്രമീകരിച്ചിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ദർശന സമയം രാവിലെ 5 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകിട്ട് 5 മുതൽ 7:30 വരെയുമാണ്. ചരിത്ര പ്രസിദ്ധമായ ഓയൂർ വെളുന്നല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്ര പരിസരത്തുള്ള ഭക്തജനങ്ങളായതിനാൽ അവർക്ക് ഈ രാമപുരം കോട്ടയത്തെ നാലമ്പല ദർശനം ഏറെ സന്തോഷമുണ്ടാക്കി എന്നുള്ളതാണ് പറയേണ്ടത്. അമനകര ശത്രുഘ്നസ്വാമി ക്ഷേത്രത്തിൽ ഉച്ചപൂജ വരെ ശത്രുഘ്ന സങ്കല്പവും ഉച്ചയ്ക്ക് ശേഷം സന്താന ഗോപാല സങ്കല്പവും ഉള്ളതിനാൽ ശത്രുഘ്നെ തൊഴാൻ ഉച്ചപൂജയ്ക്ക് മുന്നിലെത്തണം. അതിനാലാണ് ഇങ്ങനെയൊരു വിശ്വാസമൊക്കെ ഇവിടെ ഉള്ളത്. കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളിൽ ദർശനം നടത്തുന്നത് രാമായണം 1 പ്രാവശ്യം പാരായണം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ് വിശ്വാസവും.
പാല രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ മേശാന്തി പരമേശ്വരൻ നമ്പൂതിരിയാണ്. ഐതിഹ്യം കർക്കിടകത്തെ നാലമ്പല ദർശനമായിട്ട് അനവധി ഭക്തര് വന്നു ചേരുന്നു. വനവാസകാലത്തെ ശ്രീരാമ ലക്ഷ്മണ ഭരശത്രുന്മാര് ഈ വഴി യാത്ര ചെയ്തു എന്നുള്ള സങ്കല്പത്തില് ഉള്ള പുരാതന ഋഷീശ്വരന്മാരായിട്ട് പ്രതിഷ്ഠിച്ച 4 ക്ഷേത്രമാണ്. ശിലാപ്രതിഷ്ഠ അഞ്ജനശിലയാണ്. ഖരവധം കഴിഞ്ഞ ഭാവത്തിലുള്ള ശ്രീരാമനാന്നാ പറയുന്നത്. 3000 വർഷത്തോളം പഴക്കമെടുത്ത് അത് തന്നെ. അത് തേയ്മാനം വന്നിട്ട് വാർത്തു കെട്ടിയേക്കുന്നതാണ്. പഞ്ചലോഹം വാർത്തു കെട്ടിയേക്കുന്നതാണ്. അതിപുരാതന ക്ഷേത്രം തന്നെ. 4 ക്ഷേത്രം അതെ ഋഷിമാരായിട്ട് പ്രതിഷ്ഠിച്ചേക്കുന്നതാണ്. അതാണ് അത് മാറാത്ത ശില മാറാത്ത, ആ പ്രതിഷ്ഠ മാറാത്ത. അത് തേയ്മാനം വന്നപ്പോ അത് വാർത്തു കെട്ടിയേക്കുക, പഞ്ചലോഹം വാർത്തു കെട്ടുക എന്ന് പറയും. അത് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ എന്തൊക്കെയാണ്? പ്രധാന വഴിപാട് കൂട്ടപ്പം ഉണ്ട്. പ്രധാനമായിട്ട് വൈകിട്ട് കൂട്ടപ്പം, പാൽപ്പായസം, ഇടിച്ചുപിഴിഞ്ഞ പായസം. അത് വിശേഷ മാസങ്ങളിലേ ഉള്ളൂ. പിന്നെ പാൽപ്പായസവും കൂട്ടപ്പവും ഒക്കെയാണ് പ്രധാനമായിട്ടിരിക്കുന്നത് വഴിപാട്. പിന്നെ ഉത്സവകാലം മീനത്തിലെ ചോതി കൊടിയേറ്റ് തിരുവോണ ആറാട്ടോടുകൂടി ഉത്സവം മീനമാസത്തിലെ. പുരാതന കാലത്തെ ആചാരങ്ങൾ വല്ലതും പിന്തുടർന്ന് പോകുന്നുണ്ട്? ഇവിടെ ആചാരങ്ങൾ പിന്തുടരുന്നത് ഇപ്പോ ശബരിമല ഇതിലെ മാരവിളക്കിനോടനുബന്ധിച്ച് ഇവിടെ പാനകപൂജയും ആലങ്ങാട്ടുകാരുടെ പാനപൂജയൊക്കെ പുരാതനമായിട്ട് നടന്നു പോകുന്നുണ്ട്. അവരുടെ ഇതായിട്ട് മകരവിളക്കിന് മുമ്പ് ഇവിടുത്തെ കഴിഞ്ഞ ഉടനെ പിന്നെ എരുമയില്ല പതിവ് അവിടെയായിട്ട് പുരാതനമായിട്ട് നടന്നു പോകുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് ഭദ്രകാളി ക്ഷേത്രമുണ്ട്, ഗണപതിയുണ്ട്, ആഞ്ജനേയ സ്വാമിയുണ്ട്. ദേവസ്വമല്ല, ഇത് ഊരായ്മ 3 ഇല്ലക്കാരുടെയാണ് ട്രസ്റ്റ്. അവര് ഊരായ്മ ക്ഷേത്രമാണ്, ട്രസ്റ്റാണ്. അവര് ട്രസ്റ്റ് ഊരായ്മ ഇല്ലത്ത്. ഒരുപാട് പേര് നാലമ്പല ദർശനം രാമപുരത്തേക്ക് വരുന്നുണ്ട്. ഈ രാമപുരത്ത് വരുന്ന ഭക്തർക്ക് അവരുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ എന്നുള്ളതാണല്ലോ ഇവിടുത്തെ ഒരു കാലഘട്ടത്തിൽ. അതെ അതെ അതെ. അപ്പൊ ഈ കലിയുഗം എന്നൊക്കെ പറയുന്ന ഒരു സമയത്തേക്ക് പോകുമ്പോ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നടക്കുമ്പോൾ മനസ്സിന് സമാധാനം, ശാന്തി, അങ്ങനെ ഒരു അത് കലിയുഗത്തില് ഏറ്റവും പ്രധാനമായിരിക്കുന്ന രാമമന്ത്രമാണല്ലോ. കലിസാന്ത്രണ മന്ത്രം എന്ന് അതിന് പറയുന്നത് തന്നെ. ആ രാമമന്ത്രത്തില് അവനവന്റെ ഉള്ളിലെ ആ ചിന്തകളൊക്കെ മാറി നല്ല ചിന്തകൾ വരുന്ന, അവനവനിൽ തന്നെ ഒരു പ്രകാശം ലഭിച്ചാലേ അവനവന്റെ ആ കാര്യങ്ങളും എല്ലാം ശുഭമാകുള്ളൂ. അവനവനെ ശുദ്ധീകരിച്ചെടുക്കുക, അതാണല്ലോ എല്ലാത്തിന്റെ ലക്ഷ്യം. അവനവന്റെ ഉള്ളിലെ മാലിന്യങ്ങളെ നീക്കി അവനവൻ ശുദ്ധിയായി കാണുമ്പോൾ മറ്റുള്ള ആ അവനവന്റെ ഗ്രഹവും സമാധാനവും ഒക്കെ ഉണ്ടാവും. അവനവന്റെ ഉള്ളിലാണ് ഇതെല്ലാം കുടികൊള്ളുന്നത്. അവനവന്റെ ഉള്ളിലെ ആ അഹങ്കാരവും എല്ലാം മാറി വന്ന് അഭിവൃദ്ധി ഉണ്ടാവാനും സമാധാനം ഉണ്ടാവാനും അവനവൻ തന്നെ വിചാരിക്കണം. അവനവന്റെ ഉള്ളിൽ ശുദ്ധിയാക്കാനാണ് നാമജപം. അവനവൻ തന്നെ ചെയ്യുക, നാമം ജപിക്കുക, ക്ഷേത്രത്തിൽ പോവുക, തീർത്ഥം സേവിക്കുക. അതാണ് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടാണ് ക്ഷേത്രങ്ങളെ ആരാധിക്കുന്നത്. ഭഗവാന്റെ രൂപങ്ങൾ കാണുക, നാമം ജപിക്കുക, പ്രസാദം തൊടുക, തീർത്ഥം സേവിക്കുക. ക്ഷേത്രങ്ങള് സാധാരണ മനുഷ്യർക്ക് പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ആരാധിക്കാനാണ്. ദേവന്റെ ദർശനം, ദിവാര അലങ്കാരങ്ങളെല്ലാം കാണുക, ദേവനെ ദർശിക്കുക, നാമം ജപിക്കുക, കേൾക്കുക. അതുപോലെ അതിലൂടെ അവനവന്റെ ഉള്ളിലെ ആ മനോമാലിന്യങ്ങളെ നീക്കി ശുദ്ധിയാക്കുക. അതാണ് ലക്ഷ്യം. അപ്പൊ ആ നാമം ശ്രീരാമമന്ത്രം കൊണ്ടേ അതൊക്കെ ചെയ്യുമ്പോൾ ആ സമാധാനം ഉണ്ടാവും. അവനവന്റെ ഗ്രഹത്തിലും സമൂഹത്തിലും അതിലൂടെ അഭിവൃദ്ധി ഉണ്ടാവും. സമാധാനം ഉണ്ടാവുമ്പോൾ അവനവന്റെ പ്രവൃത്തി ശുദ്ധാവും. പ്രവൃത്തി ശുദ്ധാകുമ്പോൾ അഭിവൃദ്ധി ഉണ്ടാവും. കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളായിട്ട് ഉള്ള ശ്രീരാമ ക്ഷേത്രങ്ങൾ ഒരുപാടില്ല. ഈ വരുന്ന ഭക്തർക്ക് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ വന്നിട്ട് അതിന്റെ പ്രയോജനം ഉണ്ടായതായിട്ടുള്ള അനവധി ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറയാറുണ്ട്. ഒന്ന് ദർശനം നടത്തി വിവാഹ കാര്യങ്ങളൊക്കെ നടക്കുകയും സന്താന ഭാഗ്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ഒന്ന് പറയാറുണ്ട്. അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠ അനുബന്ധിച്ച് ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ കാര്യങ്ങളൊക്കെ. അന്നേരം അവരുടെ മന്ത്രിമാരും ഒക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. ഏത് ദിവസങ്ങളാണ് നമുക്ക് കൂടുതൽ ഭക്തരെത്തുന്ന ദിവസം പുണർദം നക്ഷത്രം ഉണ്ട്. പിന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിലുണ്ട്. പുണർദത്തിലാണ് പ്രധാനമായിട്ട്. പിന്നെ വ്യാഴാഴ്ച. അതെ. പിന്നെ ഉത്സവകാലം, പിന്നെ മണ്ഡലകാലം. പിന്നെ ശബരിമല സീസണെല്ലാം അനവധി ഭക്തർ ഇവിടെ. എല്ലാ ദിവസവും എല്ലാ ഭജന, വൈകുന്നേരം ഭക്തർക്ക് മകരവിളക്കിനനുബന്ധിച്ച് അന്നദാനം ഒക്കെ കൊടുക്കുന്നുണ്ട്. ചന്ദന ചാർത്തി, അലങ്കാരങ്ങൾ എല്ലാം ഉണ്ട്. ദീപാരാധന അനവധി പ്രത്യേകമായിട്ടുണ്ട്. പൂജകളുണ്ട്. പിന്നെ ചതുർത്ഥിയോടനുബന്ധിച്ച് മഹാഗണപതി ഹോമമുണ്ട്. 3 ഉത്സവമാണ്: ധ്വജാതി, പടഹാതി, അങ്കുരാതി. അതിൽ പ്രധാന ഉത്സവം അങ്കുരാതിയാണ്. മുളയിട്ട് ഉത്സവമാണ് ഇവിടെ നടത്തുന്നത്. മീനത്തിലെ ചോദ്യയുടെ മുളയിട്ട് അങ്കുരാതി ഉത്സവം. 3 ഉത്സവമാണ്. പിന്നെ ധ്വജാതി, പടഹാതി, അങ്കുരാതി. അങ്കുരാതി ഉത്സവം എന്ന് പറയും. മുളയിട്ട് ഉത്സവമാണ് ഇവിടെ ചെയ്യാറ്. പ്രധാന ഉത്സവം. ഉത്സവക്കാലത്ത് എല്ലാ ചടങ്ങുകളും ഉണ്ട്. ക്ഷേത്ര ദർശനം പുണ്യദർശനം എന്നാണല്ലോ. ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും മനസ്സിന് സുഖം തരുന്ന നമുക്ക് ഒരു ദിവ്യമായ അനുഭൂതി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ 4 ഹിന്ദു ക്ഷേത്രങ്ങളുടെ ഒരു കൂട്ടമാണ് നാലമ്പലം. മലയാളത്തിൽ 4 എന്നാൽ 4 എന്നും അമ്പലം എന്നാൽ ക്ഷേത്രമെന്നും അർത്ഥമുണ്ട്. രാമായണത്തിലെ ദശരഥ രാജാവിന്റെ 4 പുത്രന്മാരാണ് ഇവിടുത്തെ പ്രതിഷ്ഠകൾ.
അവരിൽ മൂത്തവനായ രാമൻ ഹിന്ദുക്കളുടെ പരമോന്നത ദൈവമായ വിഷ്ണുവിന്റെ 8ാമത്തെ അവതാരമാണ്. അവരിൽ രണ്ടാമനായ ഭരതൻ പാഞ്ചജന്യത്തിന്റെ വിഷ്ണുവിന്റെ ശംഖിന്റെ അവതാരമാണ്. ലക്ഷ്മണൻ ആദിശേഷന്റെ അവതാരമാണ്. അനന്തമായ അളവുകളുടെ സർപ്പവും മഹാവിഷ്ണു ക്ഷീരസമുദ്രത്തിൽ ഉറങ്ങുകയും ചെയ്യുന്നു. ശത്രുഘ്നൻ ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ. ലക്ഷ്മണന്റെ ഇരട്ട സഹോദരനും ഇളയവനുമാണ്. മഹാവിഷ്ണുവിന്റെ കൈവശമുള്ള സുദർശന ചക്രത്തിന്റെ അവതാരമാണ്. ഊരായ്മ ക്ഷേത്രമായ 3 ഇല്ലങ്ങളാണ് ഊരായ്മകൾ എന്ന് പറയുന്നത്. ഇവരുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ക്ഷേത്രങ്ങളിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളുമുണ്ട്. പരിപാവനമായ അല്ലെങ്കിൽ ദൈവത്തിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് നമുക്കിവിടെ ഉണ്ടാവുക. ഭക്തരെ ഏറെ ആകർഷിക്കുന്ന, മനസ്സിന് ആത്മീയത നൽകുന്ന നാലമ്പല ദർശനം ഒരിക്കലും നമുക്ക് മറക്കുവാൻ കഴിയില്ല. നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് കൃത്യമായ രീതിയിൽ പെട്ടെന്ന് തന്നെ പൂജകൾ നടത്തുവാനുള്ള, വഴിപാടുകൾ കഴിക്കുവാനുള്ള കൗണ്ടറുകൾ നിരവധിയുണ്ട്. രാമപുരം ശ്രീരാമക്ഷേത്രത്തിൽ ദർശനത്തിന് ശേഷം ലക്ഷ്മണ ക്ഷേത്രം, ഭരതക്ഷേത്രം, ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിലും ദർശനം നടത്തി തിരികെ ശ്രീരാമ ലക്ഷ്മണ ക്ഷേത്രത്തിൽ എത്തുമ്പോഴാണ് നാലമ്പല ദർശനക്രമം പൂർത്തിയാക്കുക. 3 കിലോമീറ്റർ ചുറ്റളവിലാണ് 4 ക്ഷേത്രങ്ങളും സ്ഥിതി ചെയ്യുന്നത്. ഉച്ചപൂജയ്ക്ക് മുൻപ് 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തണമെന്നാണ് വിശ്വാസം. 4 ക്ഷേത്രങ്ങളുടെയും ദർശന സമയം ഇങ്ങനെയാണ്: രാവിലെ 5 മുതൽ 12 വരെ, വൈകിട്ട് 5 മുതൽ 7:30 വരെയാണ്. രാമപുരം ടൗണിൽ നിന്നും 1 കിലോമീറ്റർ ദൂരെയാണ് ക്ഷേത്രം. ഭക്തർ ആദ്യം എത്തുക ഇവിടെയാണ്. അമ്പും വില്ലും സമർപ്പണം, കുടുംബാർച്ചന എന്നിവയാണ് ശ്രീരാമ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ. നാലമ്പല ദർശനത്തിനെത്തുന്ന ഭക്തർക്ക് ഏറെ വാഹന സൗകര്യമുള്ള ഒരു സ്ഥലമാണ് ഇവിടം. കോട്ടയത്ത് നിന്നും എത്തുന്നവർക്ക് ഏറ്റുമാനൂർ, കുറവിലങ്ങാട്, കുര്യനാട്, ഉഴവൂർ വഴിയോ പാലാ വഴിയോ രാമപുരത്തെത്താം. വടക്കൻ മേഖലയിൽ നിന്നുള്ളവർക്ക് കൂത്താട്ടുകുളത്തിറങ്ങി 10 കിലോമീറ്റർ സഞ്ചരിച്ചും, ഇടുക്കി തൊടുപുഴ ഭാഗത്തുള്ളവർക്ക് പാലാ റൂട്ടിൽ കുറിഞ്ഞി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞും രാമപുരത്തെത്താം. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് കാഞ്ഞിരപ്പള്ളി, പൊൻകുന്നം, പാലാ വഴി രാമപുരത്തേക്ക് എത്താം. ബസ്സിൽ വരുന്നവർക്കായി രാമപുരത്ത് നിന്നും മറ്റു ക്ഷേത്രങ്ങളിലേക്ക് പോകാൻ ഓട്ടോ, ടാക്സി വാഹനങ്ങൾ ലഭിക്കും. ഭക്തിപരമായ യാത്രകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെയായി ഗ്രീൻ മീഡിയ വിഷൻ യാത്രകൾ ക്ഷേത്രായനം എന്ന പരിപാടിയിലൂടെ നിങ്ങളുടെ വിരൽത്തുമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാലമ്പല ദർശനത്തിന്റെ ആദ്യത്തെ എപ്പിസോഡാണ്. 2ാമത്തെ എപ്പിസോഡ് പിന്നാലെ എത്തും. ഇതുവരെയും ഗ്രീൻ മീഡിയ വിഷൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഗ്രീൻ മീഡിയ വിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. കൊല്ലം ജില്ലയിലെ ചരിത്ര പ്രസിദ്ധമായ ഓയൂർ വിടനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലുള്ള ഒരു നാലമ്പല യാത്രാ ദർശനം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇനിയും അടുത്തൊരു എപ്പിസോഡുമായി, ക്ഷേത്രങ്ങളുടെ കാഴ്ചകളുമായി ഗ്രീൻ മീഡിയ വിഷൻ ചാനൽ നിങ്ങൾക്ക് മുന്നിലേക്കെത്തും. എല്ലാവർക്കും ഇനിയും അടുത്ത കാഴ്ചകളുമായി എത്തുന്നതുവരെ നല്ല നമസ്കാരം.